ഹലോ ഹലോ. നമസ്കാരം, മ്യൂസിക് മാനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബീനു എം ബാലകൃഷ്ണൻ എന്ന പോപ്പ് സിംഗറാണ്. പോപ്പ് സിംഗർ എന്നതിലുപരി പുള്ളിക്കാരി സഞ്ചരിച്ച വഴി സംഗീതജ്ഞയാണ്, എന്താ പറയുക, ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രൂമറാണ്, ഭരതനാട്യം അറിയാം. അങ്ങനെ നമുക്ക് ബീനുവിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം ബീനു. നമസ്കാരം. എങ്ങനെ പോകുന്നു? പുതിയ നന്നായി പോകുന്നു. സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരുപാടുള്ളൊരു ആളാണെന്ന് അറിയാം. ബീനു തെലുങ്ക് സിനിമയിലാണ് ആദ്യമായിട്ട്. അതെ, സ്റ്റാർട്ടിങ് തെലുങ്കായിരുന്നു. മഹേഷ് ബാബുവിന് ഒപ്പമായിരുന്നു. മഹേഷ് ബാബുവിനോട് സെക്കൻഡ് ഹീറോയിനായിട്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക്? അതിൽ മോഡേൺ ക്യാരക്ടർ. അതെ അല്ലേ, ഓക്കെ. എങ്ങനെയാണ് സിനിമയിലേക്ക് വന്ന വഴിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ചെറുപ്പം തൊട്ട് ഡാൻസ്, ഒരു 2-2.5 വയസ്സ് തൊട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. 6th സ്റ്റാൻഡേർഡിൽ അരങ്ങേറ്റം ബാംഗ്ലൂർ വെച്ചായിരുന്നു. ഞാൻ ജനിച്ചത് സെക്കന്ദരാബാദാണ്, പഠിച്ചത് ബാംഗ്ലൂർ. അങ്ങനെ പാലക്കാട്ടുകാരിയാണ് ബേസിക്കലി, മലയാളം തന്നെ. അതല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമുക്കൊരു ഏതാണെങ്കിലും ഒരു ചൈതന്യപൂർണമായ ഒരു കർക്കിടക മാസത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു പോപ്പ് മാത്രമല്ല, ഒരു ഗണപതി സ്തുതിയോടുകൂടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ഓക്കെ. ഗാനചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനെ ഗീതലീലായ ഗീതാശ്രയായ ഗീതവാദ്യ പടവേ ധീയചരിതായ ഗാനഗവരായ ഗന്ധർവപ്രിയകൃപേ ഗായകാധീന വിഗ്രഹായ ഗംഗാജലപ്രണയവതേ ഗൗരീസ്തനന്ദനായ ഗൗരീ ഹൃദയനന്ദനായ ഗൗരഭാനുസുധായ ഗൗരീ ഗണേശ്വരായ ഗീതസാരായ ഗീതതത്വായ ഗീതഗോത്രായ ധീമഹി ഗൂഢഗുൽഫായ ഗന്ധമത്തായ ഗോവർദ്ധനായ ധീമഹി ഗുണാധീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദണ്ഡായ വക്രതുഷ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി. എക്സലന്റ്, നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് പുറത്താണെങ്കിലും ആ മലയാളത്തിൻ്റെ ആ തനിമ പോയിട്ടില്ല. പാലക്കാടിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ. അതെ, അത് ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ ഇപ്പം ജനിച്ചത് ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിലും പിന്നെ വളർന്നത് ബാംഗ്ലൂരിലും ഒക്കെ ആയ കാരണം, പക്ഷെ എന്നാലും ആ മലയാളം വിട്ടിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിലേക്ക് വന്ന വഴിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സംഗീതം എന്ന് പറഞ്ഞാലും അതെ, ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഒരുപാട് പാട്ട് ബൈഹാർട്ട് ചെയ്യും. ബേസിക്കലി അത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പാടും. പിന്നെ ഡാൻസാണ് ഒരു 2-2.5 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയത് പ്രൊഫഷണലി. തമിഴ് സംഘത്തിലാണ് പഠിച്ചത് ബാംഗ്ലൂർ. ഡോക്ടർ രാധാകൃഷ്ണ PhD ബെസ്റ്റ് ഡാൻസ് മാസ്റ്റർ ഇൻ കർണാടക, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ ഡോക്ടർ രാജു ദത്ത. ഈ കാശ്മീരിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പം കാശ്മീരിലൊക്കെ വളർന്നപ്പോൾ ഗസൽസൊക്കെ ഏകദേശം അറിയായിരിക്കും. കാശ്മീരിൽ പോയപ്പോൾ എനിക്കൊരു 2-2.5 വയസ്സേ ഉള്ളൂ, പഠിക്കാറായിട്ടില്ല. LKG തൊട്ടാണ് ലൈക്ക് ഭോപ്പാൽ, ജബൽപൂർ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് സ്റ്റേറ്റുകളിലാകുമ്പം എത്രത്തോളം നിങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഗസലൊക്കെ പഠിക്കാൻ? ഗസൽ അറിയുമെന്ന് അറിയാം. ഗസലിനേക്കാൾ ഞാൻ അധികം പാടുന്നത് ലൈക്ക് പോപ്പ്, ലൈക്ക് ഐ മീൻ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഓൾ ഫാസ്റ്റ് ട്രാക്ക് സോങ്സ് ആണ് നമുക്ക് പ്രോഗ്രാംസിൽ മെയിൻലി ഹൈലൈറ്റ് ആവുന്നത്. മെലഡിയും പാടാറുണ്ട്, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഈ പറഞ്ഞ അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ, അതുകൊണ്ട്. ഈ കുട്ടിയായിരുന്ന സമയത്താണ് കാശ്മീർ അങ്ങനെ അപ്പൊ അതുകൊണ്ടാണല്ലോ എപ്പോഴും ഈ ഫ്രോക്കൊക്കെ ഇട്ടിട്ടുള്ളവർ ഒരു കളിയാക്കിയല്ല, നാച്ചുറലായിട്ട് ചോദിച്ചാൽ
അങ്ങനെയുള്ള കുറെ ആൽബംസിനും ഈ ഓഡിയൻസിനെ അങ്ങനെയായിരിക്കണം. എപ്പോഴും മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കണം. പക്ഷേ ഒരുപാട് പ്രായമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രോബബ്ലി എന്താ പറയാ, ബാംഗ്ലൂർ പഠിച്ചോണ്ടായിരിക്കാം ആ ഒരു കോസ്റ്റ്യൂമും എനിക്ക് കംഫർട്ടാണ്. പ്രോഗ്രാമുകളിൽ അങ്ങനെയുള്ള ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കംഫർട്ട് അതാണ് ബേസിക്കലി. അപ്പൊ നമുക്ക് ഏതാണേലും അങ്ങനെയുള്ള ഒരു ആംബിയൻസിലേക്ക് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. നമുക്ക് ബാക്കി മറ്റ് വിശേഷങ്ങൾക്ക് കിടക്കാം. ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ടെന്നറിയാം. ഭരതനാട്യം ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ 6th സ്റ്റാൻഡേർഡിലാണ് എനിക്ക് ഫസ്റ്റ് കന്നഡ ഫിലിമിൽ ഓഫർ വരുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഈ പറഞ്ഞ ഫിലിംസിലത്തെ ഒരു ചീത്തവശം മാത്രം കാണുന്നൊരു വ്യക്തിയായതുകൊണ്ട് സിനിമയിലേക്ക് ഒരു എൻട്രി വേണ്ട. അമ്മ ഫിലിം കാണാറല്ലേ? കാണാറുണ്ട്. പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള, മലയാളം മാത്രമല്ല, ലൈക്ക് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ടല്ലോ. ലൈക്ക് അത് ആ ഒരു ഇതിലോട്ട് മോള് പോകും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് അഭിനയിക്കാൻ സമ്മതിച്ചിട്ടില്ല. രണ്ടാമത് മലയാളത്തിൽ ജസ്റ്റ് മാരീഡ് എന്ന ഒരു മൂവി ചെയ്യാനുണ്ടായി. ശരിക്കും ആ ഒരു +2 ടൈമിലൊക്കെ വീട്ടിൽ ലോഹിത് ദാസ് സാറൊക്കെ വന്നിട്ടുണ്ട്. നാട് പാലക്കാട് ഷൊർണൂരായതുകൊണ്ട് സാർ വന്ന് എൻ്റെ ഭരതനാട്യത്തിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അമ്മമ്മയോട് ചോദിച്ചു. വീട് ഷൂട്ടിങ്ങിന് ചോദിച്ചു, വീട്ടിൽ ആട്ടുകെട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കുട്ടിയുടെ മീൻസ് തരാൻ പറ്റുമോ ഫിലിമിന്? അപ്പം കഥ എഴുത്തൊക്കെ സാർ അവിടെ ആയിരുന്നല്ലോ, ഒറ്റപ്പാലം. മമ്മി പറഞ്ഞു ഇല്ല, എന്നോട് പറയുക പോലും ഇല്ല. മോഹൻ കുപ്പേരി ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടൈമിൽ. അങ്ങനെ അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഒരു പോപ്പ് ഒരു ഗാനം ഒന്ന് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടിയെന്ന് പാടുക. ഏതായിട്ടും ഇഷ്ടപ്പെട്ടത്? ഹിന്ദി വേണോ ഇംഗ്ലീഷ് വേണോ? നമുക്ക് ആദ്യം ഹിന്ദിയിലേക്ക് തുടങ്ങാം. ഓക്കെ. रिम झिम रिम झिम सन 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 हवा टिप 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 बूंदे घुर्राती बिजलियां भीगी भीगी सारी में यू ठुमके लगा के तो जैसा फिल्मों में होता है हो रहा है हूबहू जुबी डुबी पंपारा जुबी डुबी परंपा जुबी डुबी नाचे क्यों पागल स्टूपिड मैन. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഈ പറഞ്ഞ മലയാളം പാടും, ക്ലാസിക് പാടും, സെമി ക്ലാസിക് അറിയാം, അതുപോലെ തന്നെ ഗസലിൻ്റെ അറിയാം, പിന്നെ പോപ്പ് പാടും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് ഏത് ഭാഷയിൽ പാടാനാണ്? അത് ചേട്ടാ സത്യം പറഞ്ഞാൽ ഓരോ മൂഡിനനുസരിച്ചിരിക്കും. ആൻഡ് ക്രൗഡ് ഇരിക്കുന്നൊരു ക്രൗഡിനനുസരിച്ചിരിക്കും. കാരണം നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും മെലഡി പോട്ടെ എന്ന് പറയുന്നത്. അതെ, അവര് ഉദ്ദേശിക്കുന്ന ഒരു ടോട്ടൽ എന്റർടൈൻമെന്റ് അല്ലേ. അപ്പൊ പാടുക, ധമാക്ക, അവർക്ക് എൻജോയ് ചെയ്യാ, പോവുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്കെന്നാ പിന്നെ ഇപ്പോൾ ഒരു മെലഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മെലഡിയിലേക്ക് കിടന്നാലോ? ഓക്കെ. ഒരു മലയാളം നല്ലൊരു മെലഡി. മലയാളം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഞാൻ ഒരു പ്രാക്ടീസ് ഒന്നുമില്ലാതെ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെണ്ണീരും
പാടണോ? ബാക്കി പാടണോ? ബാക്കി പാടാൻ പറ്റുമെങ്കിൽ പാടിക്കോളൂ. ഓർമ്മ കിട്ടുന്നില്ല, എനിക്ക് റീകളക്ട് ചെയ്യാൻ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല, ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരിക്കും. അല്ല അല്ല അല്ല. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിളി, പൈങ്കിളി മലർത്തെങ്കിളി. കാര്യം എന്തായിതോ, ആ ഫീലിലോട്ട് പോയില്ല ആദ്യം, ഇമോഷൻ കയറിയൊന്നില്ല. പറഞ്ഞ പോലെ ആ ഒരു മൂഡിലേക്ക് ഭക്തികാലത്ത് പെട്ടെന്നൊരു പോപ്പ് സോങ്, അതൊന്നും റൊമാൻറ്റിക്. ഒരു എന്താ പറയുക, ഒരു സെമി ക്ലാസിക്കിലേക്ക് നമുക്കൊന്ന് പോയാലോ? സെമി ക്ലാസിക്ക് റെഡിയാണെങ്കിൽ പോവാം. അല്ലെങ്കിൽ ക്ലാസിക്കൽ എനിക്ക് ബാംഗ്ലൂരൊക്കെ പഠിച്ച പാട്ടാണ്, ഇവിടെ അറിയില്ല, അറിയുമോ എന്നുള്ളത്. കുഴപ്പമില്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ. സാരേ സനി നീ സാനി ധാനി ധപ മാധാ മഗ സമാഗമ പധനി സാനി ധപ മഗമ ഗമ പധനി സരി സനി സാ നി സനി ധനി ധനി ധപധാ പധ പമ പ സരി സനി സാ നി സനി ധനി ധനി ധപധാ പധ പമ പ സ സ സ സ മ മ മ മ പ പ പ പ ധ ധ ധ ധ നി സ നി സ നി ധ പ മ ധ പ മ ഗ മ പ ധ നി സ സ സ സ മ മ മ മ പ പ പ പ ധ ധ ധ ധ നി സ നി ധ പ മ ധ പ മ ഗ മ പ ധ നി സാംബ ശിവ എനവേ രാജിതഗിരി പരമദയാ നിനിവനുചു മരുവകന ഹൃദയമുന മഹാദേവ മഹാപ്രഭു സുന്ദരനായക സുരവരദായക ഭവദയ ഹര ശിവ. എക്സലന്റ്, നന്നായിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്താ പറയുക, ഈ 3 ലാംഗ്വേജും പാടും. അപ്പം അതിൽ അപ്പോൾ ഈ ഒരു ആദ്യം ഈ പറഞ്ഞ പോലെ ഗസലിൻ്റെ കാര്യം പറഞ്ഞു, ചെറുപ്പത്തിലാണ് അവിടെ ഇതും പറഞ്ഞു. പക്ഷേ ഈ ഒരു പാട്ടിലേക്ക്, ആ ഒരു ഇതിലേക്ക് എങ്ങനെയാണ് വന്ന വഴി? അതിൽ നിന്ന് ഇങ്ങനെ ഈ പറയും, ഇത് ഗസൽ പാടിയാലും അല്ലെങ്കിൽ ഇപ്പം ഹിന്ദി ഇത് പോപ്പ് പാടിയാലും അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെ ആ ഒരു ട്രാവലിങ്ങിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് പ്രോബബ്ലി ഞാൻ ബാംഗ്ലൂർ പഠിച്ചതുകൊണ്ട്, മീൻസ് നമ്മൾ കേൾക്കുന്ന സോങ് ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, അങ്ങനത്തെ എല്ലാ ഭാഷകളുമാണ്. സോ ഞാൻ ചെറുപ്പം തൊട്ടിട്ടെന്ന് വെച്ചാൽ ഞാൻ ലിറിക്സ് എങ്ങനെ ബൈഹാർട്ട് ചെയ്യും. അങ്ങനെയാണ് മേ ബി ഇപ്പോൾ ഒരു 100-150 പാട്ട് ബൈഹാർട്ട് അറിയുന്നത്. ലിറിക്സ് ഇങ്ങനെ എപ്പോഴും ബൈഹാർട്ട്, ലൈക്ക് കറണ്ട് പോയാലും അങ്ങനെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യില്ല. സോ പിന്നെ ലൈക്ക് ഇംഗ്ലീഷ് സോങ്സിന്റെ ഒരു ലൈക്ക് റാപ്പ് ഇസ് ഡിഫറെന്റ്. മീൻസ് അറിയാലോ, ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ഇത് വേറെയാണല്ലോ. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് വേറൊരു വൈബാണ്. അപ്പൊ പ്രോബബ്ലി അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പിന്നെ ക്രൗഡിനനുസരിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ, KCF-ന്റെ പിന്നെ കാത്തിരുന്ന് അതും പാടി, ഭയങ്കര ഇതായിരുന്നു. അതെ, അങ്ങനെ അപ്പൊ ധമാക്കയുടെ കൂടെ മെലഡി പെർഫോം ചെയ്യും. എന്നാൽ നമുക്കൊരു എന്താ പറയാ,
ഒരു ഇംഗ്ലീഷ്. Okay. Again, melody or fast track? Oh, fast track. Fast track. I know you got it, clap your hands on the floor and keep on rocking, rock it up on the floor. If you're a criminal, kill it on the floor, steal it quick on the floor, here we work on the floor. Don't stop, keep it moving, put your drinks up, dance the night away, live your life and staying on the floor. എക്സലന്റ്, നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ഈ മൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു അത് ആ ഒരു ഇതിലേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇത്തിരി ടൈം ഉണ്ടല്ലേ? പെട്ടെന്ന് ഒരു പക്കാ ഒരു നേരത്തെ ഒരു സെമി ക്ലാസിക് പാടി, എന്നാലും മലയാളം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് മ്യൂസിക്കിലേക്ക് ഒന്ന് പോയാലോ? മലയാളം ഓർമ്മ കിട്ടുന്ന ഏതാന്ന് വെച്ച് ഞാൻ പറയാം. ഞാനും അത്യാവശ്യം ഇടയ്ക്കൊന്ന് പാടിയാലോ? ഓക്കെ ഓക്കെ ഓക്കെ, പ്രേമത്തിലെ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ പൂക്കൾ മറ്റേ പടത്തിൽ ആക്ഷൻ ഹീറോ ലവ് ആക്ഷൻ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഡാൻസ് യൂണിവേഴ്സ് ഡാൻസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ലവ് ആക്ഷൻ ഡ്രാമ. ഓക്കെ ഓക്കെ, അതിലെ ഓക്കെ. തുടങ്ങിയോ? ഞാൻ തുടങ്ങണം. പൂക്കൾ പനിനീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ, വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ, പോരണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴി, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. ബാക്കി വേണോ? ബാക്കി ഈ വഴിയെ വരും നറുമഴയും ഇളവേലും ഈ ചില സമയത്ത് കിട്ടില്ല. അത് നമ്മളവിടെ നിർത്താൻ പ്ലാൻ ചോദിക്കാൻ, അയ്യോ അതുകൊണ്ടല്ല, ഞാൻ പാടുവാണെങ്കിൽ ഫുള്ള് പാടും, ചിലപ്പോ ബോറടിച്ചു പോകും. ഒരിക്കലില്ല ഒരിക്കലില്ല ഒരിക്കലില്ല. പാട്ട് വന്ന വഴിയിലേക്ക് പോകുമ്പോഴേ നമ്മൾ അറിയാതെ പറഞ്ഞ പോലെ എങ്ങനെ ആ ഒരു മൂഡിലേക്ക് വരും. തമിഴ് ഏതെങ്കിലും? തമിഴ് ഏത്, മെലഡിയോ അതോ ഫാസ്റ്റോ? ഓക്കെ. തമിഴ് ഈ പറഞ്ഞ ഏറ്റവും പോപ്പുലറായിട്ട് ചാനൽസിൽ കുറെ വാടാമാപ്പിളയില്ല, അല്ലെങ്കിൽ അലിഗ്ര. ഹേയ് വാടാ മാപ്പിളേ വാഴപ്പഴം തോപ്പിളേ വോളിബോൾ ആടലാമാ, ஆடும் சாக்குலே சைக்கிள் கேப்பிலே துருத்து கூடி போடலாமா, மூக்கு கீழே முத்தங்கூடு கடிச்சு புட்டா கத்த கூடாது, முந்தனையில் முட்டா கட்டி முழு குத்தும் ரத்தம் வராது, எப்படி எப்படி அப்படி அப்படி. வாடா மாப்பிளே வாழைப்பழம் தோப்பிலே வாலிபால் ஆடலாமா, ஆடும் சாக்கிலே சைக்கிள் கேப்பிலே துருத்து கூடி பிடிக்கலாமா, மைக்ரோ மினி போடடா பூன நட நடங்கடா சொல்லி के पीछे नु சொக்க போடடா, இங்கிலீஷ் வேணாண்டி ஹிந்தி செருப்பு வேணாண்டி கரகாட்டம் பாடிக்கிட்டு தமிழ் பாடேண்டி, விண்ணோடும் பல்லி பல்லி முகிலோடும் விளையாடும் வெண்ணிலாவே, எப்படி எப்படி அட்லீஸ்ட் அப்படி அப்படி. வாடா மாப்பிளே வாழைப்பழம் தோப்பிலே வாலிபால் ஆடலாமா, ஆடும்
സാക്കിലെ സൈക്കിൾ ക്യാപ്പിലെ തുറത്തുകൂടി പോടലാമാ. എക്സലന്റ്, നന്നായിട്ടുണ്ട്. പാടി പാടി വരുമ്പോ ഉറക്കെ വോയിസ് ഭയങ്കര കൂടി പോകും. നല്ലതാണ്. അപ്പോ ഇനിയിപ്പോ നമുക്ക് ഈ പാട്ട് മതിയായിട്ടല്ല, ഒരിക്കലുമില്ല, പാട്ട് മതിയായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സംഗീതം, ഈ എന്താ പറയുക, ഭാരതം എന്നതിൻ്റെ തന്നെ അർത്ഥം ഭാവം, രാഗം, താളം. ഇത് മൂന്നും ഈ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് ഇത് പാടാനും പറ്റുള്ളൂ, അതുപോലെ നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ. നൃത്തത്തെക്കുറിച്ച് നമുക്ക് ഒരു നൃത്തത്തിലേക്ക് കടന്നാലോ? അപ്പോൾ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ പാട്ട് ഒന്നും ഇല്ലല്ലോ ഇവിടെ. മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷൻ ആണോ? അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹിനിയാട്ടം ഒരു പരിധി വരെ നമുക്ക് അഭിനയത്തിലേക്ക്, അല്ലെ, സിനിമയിൽ ഒരു പരിധി വരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചോദിച്ചു പറഞ്ഞു. ഇപ്പൊ 6th സ്റ്റാൻഡേർഡിൽ ഡാൻസ് മാഷൊക്കെ കാണുമ്പോൾ ഏറ്റവും ഭയങ്കര എക്സ്പ്രഷൻസ് ആണെന്ന് പറയും. വെരി എക്സ്പ്രസീവ്. അപ്പൊ ആ ഒരു ഇതിലാണ് ആക്ടിങ്ങിലേക്ക് അപ്പം തൊട്ടിട്ട് കന്നഡ ഫിലിംസിലൊക്കെ കിട്ടി തുടങ്ങിയത്. മോഹിനിയാട്ടല്ലേ, ഭരതനാട്യമാണ് ഞാൻ പഠിച്ചത്. ഭരതനാട്യമാണ് പഠിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, പിന്നെ മാറിപ്പോയി പറഞ്ഞപ്പോഴത്തേക്ക്. ഭരതനാട്യം ഈ പറയുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജിൽ അതെ അതെ അതെ, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല, ഇങ്ങനെ കണ്ണിൻ്റെ, അല്ലേ? അല്ല, ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ എക്സ്പ്രഷൻ, കഴുത്തിൻ്റെ ഇങ്ങനെ പോവാം. അതെ അതെ. ഭരതനാട്യത്തില് പിന്നെ ഒരുപാട് എനിക്കിഷ്ടമാണ് ഭരതനാട്യം. മീൻസ് ഭരതനാട്യം ഡാൻസിൻ്റെ ഈ അതിൽ നിന്നാണ് ഒരു ഭാവപ്പകർച്ചകൾ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ കഥകളി പോലെ, കഥകളി സംഗീതം വല്ലതും അറിയാമോ? കഥകളിയെക്കുറിച്ച് എന്തെങ്കിലും? ചാൻസ് കിട്ടുവാണെങ്കിൽ ചെയ്യാം. ചാൻസ് കിട്ടുവാണെങ്കിൽ കഥകളി സംഗീതം അറിയാമോ? കഥകളിയൊക്കെ ഞാൻ നോർമലി ഗുരുവായൂരില്ലേ കൃഷ്ണാട്ടം, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പോവാറുണ്ട് ഇടയ്ക്ക്. അതിനെക്കുറിച്ച് ലൈൻസ് വല്ലതും അറിയാമോ? കഥകളി പദം? ഇല്ല. പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാമായണത്തിലത്തെ കുറച്ചൊക്കെ അറിയാം. അത് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോന്ന് കൃത്യമായിട്ട് അറിയില്ല. രാമായണത്തിലത്തെ കുറച്ച് ലൈൻ ഇതില്ലേ, അധ്യായങ്ങള്, അതൊക്കെ അറിയാമല്ലേ? എന്നാ പിന്നെ കർക്കിടക മാസമല്ലേ, രാമായണത്തിലെ ആ ഒരു ലൈൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ, അല്ല പഠിക്കോളൂ. സന്താപനാശകരായ നമോ നമഃ, അന്ധകരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ, നിഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദം കാന്തിരൂപായ തേ നമഃ, സത്യപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. കേൾക്കുന്നീയെങ്കിൽ മൽപൂജാ വിധാനത്തിനോർക്കില അവസാനം മില്ലെന്നറിയുക നീ, എങ്കിലും ചൊല്ലുവാൻ ഒട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴക്കിയാൽ തന്നെ ഗൃഹ്യോത്തമാർഗേണ മന്നിടത്തെങ്കിൽ നിജത്വമുണ്ടായി വന്നാൽ ആചാര്യനായതോ ഞാനെന്ന് കൽപ്പിച്ചു. ഞാൻ ഫുള്ള് പറയും. ഇതൊക്കെ ചെറുപ്പത്തൊട്ടിങ്ങനെ ഭജന, രാമായണം മഹാഭാരതം ഒക്കെ വായിച്ചിട്ട് അങ്ങനെ. പക്ഷെ നോർമലി ആൾക്കാർ കാണുമ്പോൾ ഇതൊന്നും അറിയണ്ടാവില്ല, മീൻസ് ഭയങ്കര മോഡേൺ അങ്ങനെയൊക്കെ. പക്ഷെ ട്രഡീഷണലി പേഴ്സണലി നോക്കുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ. അറിയോ പാടാൻ? ഏതാ? അജിത ഹരേ കഥകളി ഇല്ല അല്ലേ? പിന്നെ കുറെ ഭജനകൾ അറിയാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, അങ്ങനെ ഒരുപാട് ഭജനകൾ അറിയാം. നമുക്കൊരു ഭജന ഒന്ന് പാടിയാലോ? ഇപ്പോൾ ഇത് പോപ്പ് മാത്രമല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം,
തിരുനാമങ്ങൾ നാവിൻ മേലെപ്പോഴും. ഞാൻ പെട്ടെന്ന് പോയി ഞാൻ ഇത് പാടുമ്പോൾ ആലോചിച്ചത്, എന്നെ ഒരിക്കൽ കണ്ണമാലി പള്ളിയിൽ ഗസ്റ്റായിട്ട് വിളിച്ച് പാടാൻ. അപ്പം ഞാൻ പൈതലാം യേശുവേ, പിന്നെ നമ്മുടെ ഇസ്രായേൽ നാഥനായി, ആ 2 പാട്ടാണ് പാടിയത്. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു ക്രിസ്ത്യൻസ് പാടുന്നേക്കാൾ നന്നായി പാടിയിട്ടുണ്ട്. പൈതലാമാണോ ഇസ്രായേൽ നാഥൻ? ഇസ്രായേൽ നാഥൻ്റെ ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, രണ്ടും ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര ടച്ചിങ്. പിന്നെ മാത്രമല്ല, നമുക്ക് എത്ര മലയാളം ഭജനകൾ അറിയാന്നില്ല, ക്രിസ്ത്യൻ സോങ്സ് എന്ന് പറയുമ്പം അത് ഭയങ്കര, സത്യം പറയാൻ കരഞ്ഞു പോകാറുണ്ട്. പ്രത്യേകിച്ച് അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ളൊരു പാട്ടില്ലേ, അയ്യോ ഭയങ്കര ടച്ചിങ് ആണ്. നല്ല ഹിറ്റുമാണ്, നല്ല നല്ല സോങ്സാണ് ശരിക്കും, ഭയങ്കര ടച്ചിങ് ആയിരിക്കും അതങ്ങനെ. ഏതാണ് ഇസ്രായേൽ ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി, അവ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എങ്ങെങ്ങും നിറവേറിടേണമേ. ഇസ്രായേൽ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. Oh, that's a beautiful song. ഭയങ്കര ഒരു അല്ലേ, ഈവൻ പൈതലാം യേശുവിലേക്ക്. വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് അറിയോ? കൃഷ്ണന്റെയോ? ഞാനല്ല, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് വേറെ പൈതലാമേശ്വരി അറിയാം. അതിലുള്ള സ്നേഹം ഞാൻ പാടില്ല, ഇന്റർവ്യൂ മൊത്തം കോളായി പോകും. വർണ്ണപ്പകിട്ടിനകത്ത് ദിവ്യാമണി അഭിനയിച്ചൊരു, കാരണം അതിരുള്ളില്ലാത്ത സ്നേഹം എത്ര പ്രിപ്പയർ ചെയ്തിട്ട് കരയണ്ട എന്നും ഓർത്താലും പാട്ട് പാടിയ കരഞ്ഞു. അല്ലെങ്കിൽ ഡിവോഷൻ സോങ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പം യേശുക്രിസ്തുവിന്റെ സോങ് ആണല്ലോ അത്, പിന്നെ അതുപോലെ തന്നെ ഗാകുൽത്തമലിലെ, പിന്നെ അതുപോലെ തന്നെ കൃഷ്ണന്റെ സോങ് ആണല്ലോ, അതെല്ലാം ഭയങ്കര ഹിറ്റാണ്. പിന്നെ ദൈവസംഗീതങ്ങളിലേക്ക് കിടക്കുമ്പോൾ എല്ലാം പിന്നെ ഭയങ്കര ഒരു ഡിഫറെന്റ് ആണ് അത് ശരിക്കും, ഭയങ്കര ഡെപ്ത് ആണ് അതിന്റെ ലിറിക്സ് ശരിക്കും, കാരണം ഡീപ്പാണ്, ഡീപ്പിലേക്ക് പൈതലാമേശു അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഈ എന്താ പറയുക, ചില ഈ വർണ്ണപ്പകിട്ടിലെ ഒരു സ്നേഹമേ ദിവ്യ സ്നേഹമേ കേട്ടോ, സ്നേഹമേ ദിവ്യ സ്നേഹമേ അങ്ങേ നമിക്കുന്നു ഞങ്ങൾ. സൂപ്പർ സോങ്. സ്നേഹ ചൈതന്യമേ മഞ്ഞിൽ പ്രസാദിച്ച ദീപമേ. കറക്റ്റായിട്ട് അറിയില്ലേ? ഞങ്ങളിൽ ദീപ്തി പകരണമേ യേശുവേ, സ്നേഹസ്വരൂപ ബ്യൂട്ടിഫുൾ സോങ്. സ്നേഹമേ ദിവ്യ സ്നേഹമേ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ. ഭയങ്കര നല്ലതാണ് അതൊക്കെ, അത് നല്ല സോങ്ങാണ്. പൈതലാം അതും എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു റോക്ക്രീൽ ക്ലബ് സർവീസ്. അതെ, അത് ഒരു ചുണർത്തിയ അത് നമുക്ക് ഈ കൃഷ്ണന്റെ പാട്ടുകൾ പാടുന്നത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. പ്രോബബ്ലി അതൊരു ഫിലിം സോങ് ആയതുകൊണ്ടായിരിക്കും. അതെ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പിറക്കണം അവിടെ. ലാ 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 ലാ. ആഹാ ആഹാ ആഹാ
താലപ്പൊലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടുപാടി ഉറക്കിടുവാൻ താലപ്പൊലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടുപാടി ഉറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ പൈതലാ. താങ്ക് ഗോഡ്. ഞാൻ ശരിക്കും ഇച്ചിരി കോൾഡൊക്കെ ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ ഇന്ന് കഴിഞ്ഞ ആഴ്ച വരുന്നോട്ട് ഇങ്ങനെ ഓർത്തു ഇതേമേ കൊളായി പോയോ മീൻസ് വോയിസ് വാസ് ബ്യൂട്ടിഫുൾ. അതെല്ലാം നല്ല സോങ്സ്. ഇനി നമുക്കൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ്ങിലേക്ക് വരാം. ട്രെൻഡി ഇപ്പോഴത്തെ ഒരു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈബ് സോങ്. बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना ये जो हाल है सवाल है कमाल है जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना. पान में पुदीना देखा नाक का नगीना देखा चिकन का मेली देखी चिकन का मीना देखा चांद ने चिटर बन के चीट किया तो सारे तारे बोले गिले गिले आ बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना. പ്രണയത്തെ കുറിച്ച് എന്താണ് ഒരു പ്രണയത്തെ കുറിച്ച് പാട്ടാണോ പാടണ്ടേ? ആ പ്രണയത്തെ കുറിച്ചുള്ള പാട്ടും പ്രണയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നിലനിർത്തുന്ന തന്നെ ഒരു പ്രണയമാണല്ലോ ശരിക്കും. എവിടെയെങ്കിലും ഒരു പ്രണയം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിച്ച് പ്രണയം ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യമില്ല, അത് ആവശ്യമുള്ള ചോദ്യമാണ്. ആരുടെയും ജീവിതത്തിലൊരു പ്രണയം ഉണ്ടാവുമല്ലോ. അപ്പൊ ശരിയല്ലേ? അപ്പൊ അത് സത്യമല്ലേ? അങ്ങനെ ബീനുവിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതേക്കുറിച്ച് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു രൂപമുണ്ടോ എന്ന് ചിന്തിക്കും. നോർമലി നമ്മൾ ട്രെയിലർ ആയിട്ട് എവിടെ ഭയങ്കര സീരിയസ് അല്ലേ? പ്രണയം ഈ പറഞ്ഞ പോലെ ശരിയാണ് നോക്കുമ്പോ. പക്ഷെ പ്രണയമില്ലാത്തവരായിട്ട് ആരും ഇല്ല എന്നാണ് എന്താ പറയാ വാൻമീകുറിപ്പ്. കാര്യമായിട്ട് അത് പ്രണയം ഉണ്ട് ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നോണ്ടേ ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട്. അയ്യോ, നമുക്ക് ഒരു സ്റ്റേജ് പെർഫോമൻസിൽ പ്രണയത്തിന് ഒരുപാട് ഹിന്ദി സോങ്സ് ആണ്. കാരണം ഹിന്ദിയിലാണ് ഐ തിങ്ക് പ്രണയഗീതങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടം മലയാളത്തിനേക്കാൾ അല്ലേ? എനിക്ക് ഫീൽ ചെയ്താണ്. പ്രോബബ്ലി ഞാൻ അവിടെ പഠിച്ചോണ്ടാന്ന് എനിക്കറിയില്ല, ദൈവമേ ക്ഷമിക്കണേ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സ്റ്റേജിന്റെ ബേസ് അറിഞ്ഞാണ് ബിനു പാടാറ് ആ ഓഡിയൻസിന്റെ ആംബിയൻസ്. അപ്പോൾ ഈ ചുറ്റിനും ആൾക്കാർ വന്ന് ഈ ഓടി തുള്ളി കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു സോങ്ങിലേക്ക് നമുക്ക് പോയാലോ? അതിലേക്ക് അത് ഏതാണ്? എവർഗ്രീൻ സോങ് മേരി സപ്നോ കി റാണി ഇല്ലേ, അത് എവിടെ പറഞ്ഞാലും അവർക്ക് മീൻസ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എനി ഏജ് ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ സോങ്ങിലേക്ക് വരാം. ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത്ര എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സ്റ്റേജ് പെർഫോമൻസ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്? ആ പാട്ട് പാടിക്കോളും നമുക്ക്. ഈ പ്രണയം എവിടെ ഇങ്ങനെ ഈ സ്റ്റേജിൽ ഈ പ്രോഗ്രാം നടക്കുമ്പോണ്ടല്ലോ ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ഈ ഓഡിയൻസ് ഈ എവിടെയെങ്കിലും ശല്യം ഉണ്ടായിട്ടുണ്ടോ? ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർഗനൈസേഴ്സിനോട് പറയും, എൻ്റെ ഈ ഇത്രയും ചുറ്റുവട്ടം മനസ്സിലായിരുന്നു പെർഫോം ചെയ്യാൻ. കാരണം അവർ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല.
മനസ്സിലായില്ലേ? കാരണം ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ് എല്ലാം ഉണ്ട് അല്ലേ? അത് വെച്ചിട്ട് അവരിങ്ങനെ അവിടെ തന്നെ ഇരുത്തണമെന്നോ, ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ്. പക്ഷേ ഒരു ലിമിറ്റിൽ. പക്ഷേ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്ന ഒരിക്കൽ KCF ഓൾ ഇന്ത്യ മീറ്റിന് ഹോട്ടൽ ഇൻ്റർനാഷണൽ വെച്ച്, അല്ല അവിടെ IMA ഹാളിൽ വെച്ച് പാടുമ്പോൾ മൈക്ക് ഇടിച്ചു. ആൾക്കാർ ഡാൻസ് മൈക്ക് നേരെ ഈ ചെറിയ പൊട്ടിപ്പോയി. എവിടെ വെച്ചായിരുന്നു? IMA ഹാളിൽ. അതിപ്പോഴും പൊട്ടറിയാൻ പറ്റും. ഞാൻ അപ്പം തന്നെ സോങ് നിർത്തി. എനിക്ക് കാരണം ഫ്രണ്ട് ടീത്താണല്ലോ, അത് ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചു പോവില്ലേ? ശരിക്കും അവര് ഡാൻസിന് അവരറിഞ്ഞില്ല, പക്ഷെ സോണിയുടെ ഹെഡും എല്ലാവരും നന്നായിട്ട് സേഫ് ആക്കി ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു ആക്സിഡന്റ് ആണ് ശരിക്കും ഫ്രണ്ട് ടീത്ത് ഒന്ന് ആലോചിച്ചൊക്കെയാണ് പൊട്ടിക്കഴിഞ്ഞുള്ളൊരവസ്ഥ. അപ്പൊ പീസ് പോയി. ഞാൻ ഇപ്പോഴും ചെറുതായിട്ട് നമ്മൾ ശരിക്കും ചെറുതായിട്ട് താഴേന്നാ പോയത് ഒരു പീസ്. അറിയാൻ പറ്റുമോ അത്? അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ? ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? ലതാ മങ്കേഷ്കർ മാം. ലതാ മങ്കേഷ്കർമാരുടെ അവരുടെ ഒരു ഒരുമിച്ച് പാടിയിട്ടില്ല ഏതോ ഒരു പ്രോഗ്രാം, ഏതോ ഒരു അല്ല ഞാൻ കവിത മാഡത്തിന്റെ കൂടെ കവിത കൃഷ്ണമൂർത്തി. സോറി ഞാൻ ചോദിച്ചത് കവിത കൃഷ്ണമൂർത്തി ചെങ്ങന്നൂർ വെച്ചിട്ട് കവിത കൈരളി ചാനലിൽ കിട്ടിയ പ്രോഗ്രാം. അതെ, ലതാ മങ്കേഷ്കർ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? അപ്പം മാഡം പാടിയ ഒരു പാട്ട് ഒന്ന്. जी में आता है तेरी दामन में सर झुका के हम रोते जी में आता है तेरी दामन में सर झुका के हम रोते रहे फिर भी आँखों में आंसुओं की कमी तो नहीं, तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं, जिंदगी नहीं, जिंदगी नहीं, जिंदगी नहीं. ഓ ലതാ മാമിന് എൻ്റെ വലിയൊരു പ്രണാമം. ഐ ലവ് ഹർ. ഐ ഗോ സെന്റിമെന്റ് അറിയാലോ. അതെ. കവിത കൃഷ്ണമൂർത്തി മാം പിന്നെ അത്യാവശ്യം പെപ്പെ സോങ്സ് എൻ്റെ ഉള്ളിലേക്ക് പാടുന്ന കൈൻഡ് അല്ലേ? ഏതാ കവിത മാഡത്തിന്റെ വേണ്ടിയിട്ട് പാടാനാണെങ്കിൽ तन्हाई जीने ना दे बेचैनी तड़पाए, तुमको मैं ना देखो तो दिल मेरा घबराए, अब मुझे छोड़ के दूर जाना नहीं, नजर के सामने जिगर के पास, नजर के सामने जिगर के पास कोई रहता है वो तुम नजर के सामने जिगर के पास. Thank you. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം
നിന്റെ ഭാര്യ അവള് കെട്ടിയെടുത്തോണ്ട് വന്ന വേലക്കാരി പെണ്ണും വിചാരിച്ചപ്പോ പൂമംഗലം തറവാടിന്റെ സമാധാനം പോയി കിട്ടിയല്ലോ. നമ്മുടെ അച്ഛാമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യും നമ്മുടെ അമ്മയോട്. ജലാലുദ്ദീന്റെ പേരിലുള്ള കുറ്റം പീഡനത്തിനിരയായ കുട്ടികൾ കവാടങ്ങളിലും വീട്ടകങ്ങളിലും വെച്ച് ബാലികമാർ പീഡനത്തിന് ഇരയാകല്. മറ്റൊരു ഹാപ്പിൽ മറ്റൊരു ഡിസൈൻ. പ്രശസ്ത ചൈനീസ് നർത്തകി കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ പരിപാടി. കിഡ്സ് ടൈമിൽ എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിയിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ചേട്ടാ, നമുക്ക് ഒരു കൈ നോക്കിയാലോ? നമസ്കാരം, ഞാൻ സൂരജ്. കിഡ്സ് ടൈമിലേക്ക് സ്വാഗതം. മലനാട് TV പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. മലനാട് TV എല്ലാവരും കാണണം. പഠിക്കാനുണ്ട്, കളിക്കാനുമുണ്ട്, പങ്കെടുക്കാനുമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞാൻ ബാക്കി പറയാം. നാടിന്റെ നന്മ നമ്മളിലൂടെ. ഇന്ത്യയിലെ ആദ്യ ജനകീയ മാധ്യമം. മലനാട് TVയുടെ റിപ്പോർട്ടറായ ഷംനാഥ് കരുനാപ്പള്ളി ബന്ധപ്പെടാനും ഷംനാഥ് കരുനാപ്പള്ളി അപ്പോൾ തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ കൂടെ ആ സ്പോട്ടിൽ എത്തിപ്പെടുകയും മാമലനാടിന്റെ മലയാണ്മയും മലയാളവും ഇനി ലോക മലയാളിക്കും സ്വന്തം. മലനാട് TV.com, ലോക മലയാളിയുടെ കുടുംബ ചാനൽ. ഭവനരഹിതർക്ക് 48ഓളം വീടുകൾ, റോഡുകളുടെ നവീകരണം, മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സ ധനസഹായം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ നല്ലൊരു നാളേക്കായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങളല്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. സമൂഹത്തിൽ ഞങ്ങളുണ്ടാക്കിയ മാറ്റങ്ങളാണ്. നമ്മളിപ്പോൾ എവിടെയാണെന്നും എവിടേക്കാണ് എവിടെ ചെന്നെത്തുമെന്നുള്ള പൂർണ്ണമായ ഉൾക്കാഴ്ചയോടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഞങ്ങളുടെ സംഭാവന. മൂർച്ചയേറിയ ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയ വാർത്തകൾക്കാണ് രാഷ്ട്ര പുരോഗതിക്ക് ഫലപ്രദം എന്നുള്ള തിരിച്ചറിവാണ് മലനാട് TVയെ ഇതിലേക്ക് നയിച്ചു. വെറും ക്ലിക്കുകൾക്ക്, ലൈക്കുകൾക്ക്, ഒരുപക്ഷെ TRP റേറ്റിനു വേണ്ടി വിവാദ വാർത്തകൾ അവതരിപ്പിച്ച് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നവരുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അധികാരികളിലേക്കും എത്തിച്ച് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരേ ഒരു NGO ചാനൽ. ആ ആശയത്തോട് 100% നീതി പുലർത്തിയാണ് മലനാട് TV ജൈത്രയാത്ര. ഇനി ഒരുപക്ഷെ ഞങ്ങൾക്കും ഒരു പക്ഷമുള്ളതായി തോന്നിയാൽ അത് ശബ്ദമില്ലാത്തവരുടെ പക്ഷം, നീതി കിട്ടാത്തവരുടെ പക്ഷം, അർഹതപ്പെട്ടവരുടെ പക്ഷം, അവർക്കും നീതിയും അവകാശങ്ങളും കൂടാതെ ഒരു കൈത്താങ്ങും നൽകുന്ന പക്ഷം. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് മാധ്യമ പ്രവർത്തനം, ഇതാണ് മാധ്യമധർമ്മം. അതിന്റെ ഫലം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കും.
നിന്റെ ഭാര്യയും അവള് കെട്ടിയെടുത്തോണ്ട് വന്ന വേലക്കാരി പെണ്ണും വിചാരിച്ചപ്പോ പൂമംഗലം തറവാടിന്റെ സമാധാനം പോയി കിട്ടിയല്ലോ. നമ്മുടെ അച്ഛാമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യും നമ്മുടെ അമ്മയോട്. ജലാലുദ്ദീന്റെ പേരിലുള്ള കുറ്റം പീഡനത്തിന് ഇരയായ കുട്ടികൾ കാട്ടിടങ്ങളിലും വീട്ടകങ്ങളിലും വെച്ച് ബാലികമാർ പീഡനത്തിന് ഇരയാകല്. മറ്റൊരു ഹാപ്പിൽ മറ്റൊരു ഡിസൈൻ. പ്രശസ്ത ചൈനീസ് നർത്തകി കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ പരിപാടി. കിഡ്സ് ടൈമിൽ എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിയിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ചേട്ടാ, നമുക്ക് ഒരു കൈ നോക്കിയാലോ? നമസ്കാരം, ഞാൻ സൂരജ്. കിഡ്സ് ടൈമിലേക്ക് സ്വാഗതം. മലനാട് TV പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. മലനാട് TV എല്ലാവരും കാണണം. പഠിക്കാനുണ്ട്, കളിക്കാനുമുണ്ട്, പങ്കെടുക്കാനുമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞാൻ ബാക്കി പറയാം. നാടിന്റെ നന്മ നമ്മളിലൂടെ, ഇന്ത്യയിലെ ആദ്യ ജനകീയ മാധ്യമം. മലനാട് TVയുടെ റിപ്പോർട്ടറായ ഷംനാഥ് കരുനാപ്പള്ളി ബന്ധപ്പെടാനും ഷംനാഥ് കരുനാപ്പള്ളി അപ്പോൾ തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ കൂടെ ആ സ്പോട്ടിൽ എത്തിപ്പെടുകയും മാമലനാടിന്റെ മലയാണ്മ മലയാളവും ഇനി ലോക മലയാളിക്കും സ്വന്തം. മലനാട് TV.com, ലോക മലയാളിയുടെ കുടുംബ ചാനൽ. വെൽക്കം ബാക്ക് ടു മ്യൂസിക്കൽ മാനിയ. നമുക്ക് അതിഥിയായിട്ടുള്ളത് ബിനു എം ബാലകൃഷ്ണനാണ്. ബിനു, ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു സോങ്ങിലേക്ക്, അല്ലെ നമുക്കൊരു എന്താ പറയുക, ഈ ഏത് രാഗമാണ്, ഞാൻ ചോദിക്കുമ്പം നേരത്തെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഏത് രാഗത്തിൽ പാടാനാണ്, ഇപ്പം മലയാളത്തിലാണെന്ന് ശരി അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ശരി, ഏത് രാഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പുതിയ ആൽബത്തിൽ 10-22 മെയിലും ഫീമെയിൽ എല്ലാ വോയിസ് ഒക്കെ ചെയ്തോണ്ട് രാഗത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്ന രാഗത്തിലാ പാടുന്ന അറിയാലോ. അല്ല, ഞാൻ അതെ What I believe is music is as far as you enjoy it. Okay, absolutely. Okay. But one thing means ഈ ഗസലിന്റെ ഒക്കെ ഈ ഗസലിന്റെ ഒക്കെ ഒരു ഇത് അറിയാവുന്നവരിപ്പം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ചിലവർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഗസൽ ഇഷ്ടമാണ്, ഹിന്ദി ഗസൽ. അതുപോലെ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ചില സാധനങ്ങളുണ്ട്, എന്താ പറയുക, ബയൽ പീലി ഞാൻ തരാം, ബയൽ പീലി ഞാൻ തരാം. ഞാൻ പാട്ടുകാരനല്ല കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഗർഷോമൊക്കെ സോങ്ങിലെ അത് ഈ ജോഗ് എന്ന് പറഞ്ഞൊരു രാഗത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ജോഗ് ഈ പറഞ്ഞ പോലെ പറയാൻ പറന്ന പരിഭവങ്ങൾ വിരഹമായി അങ്ങനെ ഉള്ളൊരു ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് ജോഗ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ നമ്മളിപ്പോഴും നമ്മൾ ആസ് എ സിംഗർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം
ഇങ്ങനത്തെ പാട്ടുകൾ പോകുന്നത് നമ്മൾ പേഴ്സണലായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഫിലിമിന്റെ ക്രൗഡാണ് എന്നാൽ അപ്പോൾ ആസ് എ സിംഗർ അവർ പാടാൻ പറയുമ്പോൾ മെലഡീസ് പാടാൻ പറയും. അല്ലാണ്ട് ക്രൗഡിൽ എപ്പോഴും വിട്ട് സോൾ ധമാക്ക. ക്ലൗഡിന് പറ്റിയ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല യോയോ ബഡീസിന് വേണ്ടിയിട്ടുള്ള അല്ലേ. പക്ഷെ അല്ല അതിലും അവരും എല്ലാം ആസ്വാദനം പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യും. നമ്മളൊരു മെലഡി കൊടുത്താൽ ഈക്വലി എൻജോയ് ചെയ്യാറുണ്ട്. അതെ അതെ. അങ്ങനെ ഒരു മെലഡിയിലേക്ക് നമുക്ക് പോയാലോ? മെലഡി എന്താ പറയാ, അന്ന് നിന്റെ മൊയ്തീനിലൊരു മെലഡിയാണ്. അത് നല്ല അതെല്ലാവരും ഏറ്റ് പാടിയിരിക്കുന്നത്. അതെ അതെ, അതൊന്ന് റീകലക്ട് ചെയ്യണം. ഏതാ വേർഡ് റീകളക്ട് കിട്ടുന്നില്ലല്ലേ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാറ്റിലാടി നാളമായി പോലെ നേർത്തുപോയി ചിരി മറന്നു പോയി. ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴല് പോലെ ചിറകുടിഞ്ഞ് കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഓരോ രാഗം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലിടുന്നു ഞാൻ. ഓരോരോ മാരിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ. മഴ മാറി വെയിലായി ദിനമേറെ പൊഴിയുന്നു. തെന്നി തെന്നി കണ്ണിൽ മായും നിന്നെ കാണാൻ എന്നും 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 കാത്തിരുന്നു കാത്തിരുന്നു പുഴമിഴിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഈ ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഗൾഫിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ. പുറത്ത് പോകുമ്പോൾ എനിക്ക് ചൈനയിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ചൈന നല്ലൊരു, ഞാൻ ശരിക്കും പറഞ്ഞൊരു 12 ദിവസം വിസിറ്റ് ചെയ്തിട്ടുണ്ട് ചൈനയിൽ. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. പിന്നെ US ഇപ്പോൾ ലാലേട്ടൻ എല്ലാവരുള്ള നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഫൊക്കാന ഇൻവൈറ്റ് ചെയ്ത് 2019 4 ദിവസം ഷോ ആയിരുന്നു. പക്ഷേ ബാഡ് ലക്ക്, ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. കോവിഡിൽ മൊത്തം ലോക്ക്ഡൗൺ വന്നില്ലേ അങ്ങനെ. പിന്നെ ഇന്ത്യയിൽ മുംബൈ, ഹൈദരാബാദ്, ലൈക്ക് ഈ ഓഡിയൻസിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പം ഈ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും എൻജോയ് ചെയ്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിനെ എപ്പോൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് അത് സിംഗറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരെ അപ്പാക്കുക എന്നുള്ളത്. എല്ലാവരുടെ മ്യൂസിക് ഉണ്ട്, അതുകൊണ്ടാണല്ലോ എല്ലാവരും അവിടെ വന്നിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി. പക്ഷെ അതെ, അത് അവരുടെ ഉള്ളിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തി ഒന്ന് എണീറ്റൊന്ന് ചെയ്യാന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ആൻ എന്റർടൈനർ. അതൊരു സിംഗറിനെ ഡിപ്പെൻഡ് ചെയ്യും അത്. ശരി അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഇവിടെയാണോ അതോ ഒരേ ലെവലിലാണോ? അതെ, കാരണം ഞാനിപ്പോൾ ഈ ട്രെയിനിങ്സ് കൂടെ എടുക്കുന്നതുകൊണ്ടേ സൈക്കോളജി അനുസരിച്ചിട്ട് ഓരോ ഓഡിയൻസും അവരവരെ കുറിച്ച് ചിന്തിക്കാനാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആര് സ്റ്റേജിൽ ഇയാളിപ്പോൾ എന്താ വന്ന് ചെയ്യുന്നത് മീൻസ് ഒരു ആർട്ടിസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആരും ആയിക്കോട്ടെ അല്ലേ, കാരണം അവരുടെ മൈൻഡ് ഇങ്ങനെ തിങ്ക് ചെയ്തു ഇനി ഈ പാട്ട് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകേണ്ടത്, ഇങ്ങനെ അവർ വർക്ക്ഔട്ട് ചെയ്യാണ് മൈൻഡിൽ, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരിങ്ങനെ ലൈവ് വിച്ച് വൺ ഡു യു വാണ്ട് നെക്സ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്, മനസ്സിലായി? അടുത്ത പാട്ട് ഏതാ, കം ഓൺ ലെറ്റ്സ് ചിൽ ആൻഡ് ഫ്രണ്ടിലോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ സിംഗർ. ലൈക്ക് അതെ
കാരണം അവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എനിക്കൊന്ന് തുള്ളണം, എനിക്കൊന്ന് ഡാൻസ് ചെയ്യണം എന്നുണ്ട്. അതെ അതെ അതെ, കാരണം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണ്. കാരണം ക്യാപ്ചർ ഇത് ഓഡിയൻസ് ആണല്ലോ. ഈ എന്താ പറയുക, ട്രെയിനറാണെന്ന് അറിയാം. അപ്പോൾ ഈ ട്രെയിനിങ് ഒരു പരിധിവരെ ഈ സംഗീതം ശരിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് അതിനെക്കുറിച്ച്? മൈൻഡ് ബ്ലോക്സ് മാറ്റാൻ, പിന്നെ ചാനൽസിൽ ഗ്രൂമിങ് ചെയ്യാൻ, മൈൻഡ് ബ്ലോക്സ് റിമൂവ് ചെയ്യാൻ, മീൻസ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കാനോ പെർഫോം ചെയ്യാനോ. ഇപ്പം ഞാൻ ചാനലിൽ അമ്മായിയുടെ ഒക്കെ ഗ്രൂമിങ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നും അറിയാത്ത അമ്മായിയമ്മമാരെ മരുമക്കളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവരൊരു 2 ദിവസം, എനിക്ക് കിട്ടുന്ന ഒരു 6-12 മണിക്കൂറാണ് ഇവരെ ഗ്രൂം ചെയ്തിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഷൂട്ട്. അവിടെ നമ്മൾ ഇവരെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് അത്രയും വലിയ ഫ്ലോറിൽ വിടുക എന്ന് വെച്ചാൽ നോട്ട് എ സിമ്പിൾ ടാസ്ക്, ഇൻക്ലൂഡിങ് ഫാഷൻ ഷോ, പല ഇതും ഉണ്ടായിരുന്നു അതിൽ. മല്ലിക ആൻറ്റി, സുകുമാരി അമ്മയൊക്കെ ആയിരുന്നു ജഡ്ജിങ് പാനലിൽ. അപ്പം അത്രയും ടഫ് ടാസ്ക്കാണ്. അപ്പം നമുക്കിതൊക്കെ ഞാൻ ബേസിക്കലി ഓരോരുത്തരെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിക്കും. റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ ഫസ്റ്റ് സാധനം ചെയ്യിക്കുന്ന ഇതാ, ഓരോരുത്തരായിട്ട് വരിക ഫ്രണ്ടിലോട്ട്, എന്നിട്ട് റാഗിങ് റൗണ്ട് പോലത്തെ ഒരു സാധനം, പാട്ട് പാടുക, ആക്ട് ചെയ്യുക, ഡയലോഗ് പറയുക, അങ്ങനെ പിന്നെ ഡാൻസ് ചെയ്യിക്കുക 2 മിനിറ്റ് അങ്ങനെ. അപ്പൊ അവരുടെ ഇൻഹിബിഷൻസ് കുറെ അങ്ങ് മാറി കിട്ടും. അതിപ്പോ ഞാൻ മാസ് ട്രെയിനിങ്സിൽ, ഇപ്പൊ പാർത്താസിന്റെ എംപ്ലോയീസ്, ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ഇന്ത്യൻ എക്സ്പ്രസ്, KVL എംപ്ലോയീസ്, അങ്ങനെ ഒട്ടുമിക്ക ട്രെയിനിങ്സിലും ഞാൻ മാസ് ട്രെയിനിങ്സിലും എല്ലാവരും എണീറ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ ട്രെയിനിങ്സ് ഒക്കെ ഉള്ളപ്പോഴും അതെ, എല്ലാവരും എണീറ്റൊരു സോങ് ഇട്ടൊന്നും. പക്ഷെ പിന്നെ ട്രെയിനിങ് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ആവും. ഇപ്പോൾ സെയിൽസ് ട്രെയിനിങ് ആണല്ലോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെല്ലിംഗ് സ്കിൽസ്, അങ്ങനെ. ശരിയാണ്. അപ്പോൾ അത് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പരിധി വരെയില്ല, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലേ? കാരണം നമ്മൾ ഇക്കാലത്ത് ഒരു ട്രെയിനിങ് വെറുതെ ഒരു എന്താ പറയുക, പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിച്ച് അതിങ്ങനെ കണ്ട് ആൾക്കാരിങ്ങനെ അപ്പോഴും ആൾക്കാർ ചിന്തിക്കും ഇതിപ്പോൾ എന്തായി കാണിക്കുന്നത്, എപ്പോൾ പോകും. നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ പുതിയ സിനിമ ഏതാണ്? ഇപ്പോൾ അതിനെക്കുറിച്ച് പുതിയ സിനിമയുടെ കാര്യം ചേട്ടൻ അറിയാലോ. ഈ ആഴ്ച ഷൂട്ട് തുടങ്ങും. മറ്റേ ഈ ആഴ്ച എന്തായാലും ചൊവ്വ ബുധനായിട്ട് പ്രൊഡ്യൂസർ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ഫോട്ടോഷൂട്ടും ബാക്കി കാര്യം. മലയാളം പടമാണ്. പിന്നെ ഒരു തമിഴും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 2-3 പടം. പിന്നെ ഒരു സ്റ്റണ്ട്, ഭയങ്കര ആക്ഷൻ ഫിലിം കൈൻഡ് ഓഫ്. പിന്നെ VKP സാറിന്റെ ഒരു പടത്തില് നല്ല മൂവിയായിരുന്നു. ഒരു ബോളിവുഡാ. ഓഹോ, കൺഗ്രാറ്റ്സ്. അതാണ് ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം സാർ ഒരു പക്ഷേ കണ്ടാൽ പറയും ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞു നോക്കി. ഉള്ള ചാൻസ് പോവോ? ഇല്ല അല്ലേ? അദ്ദേഹം ഒരു നല്ലൊരു ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാർ ആഡിൽ നിന്നാണല്ലോ വന്നിരുന്നത്? ആടാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഹച്ചിൻ്റെ ഒക്കെ ആഡ് ചെയ്തിരിക്കും സാറിൻ്റെ നേരത്തെ. നല്ല ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം നമുക്കിപ്പം ശ്രീ ബീനു M. ബാലകൃഷ്ണനാണ് ഇത്രയും സമയം നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. ഇനിയും ബീനുവിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ സംഗീതത്തിൻ്റെ അനന്തതയിലേക്ക് ഇനി ഒരുപാട് കലാസൃഷ്ടികൾ ബീനുവിൽ നിന്നുണ്ടാവട്ടെ. ബീനു ഒരു സിംഗർ ആണ്, അതിലുപരി ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. പിന്നെ ആൽബം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ പുതിയ പ്രോജക്റ്റ് അല്ലേ? ഏതാണ് ആൽബത്തിന്റെ പേര് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞ DJ സോങ് ആണ്. തീം എന്ന് പറഞ്ഞാൽ കം ഓൺ ഫൺ ടൈം ഡാ, ഇറ്റ്സ് ഫൺ ടൈം ഡാ, ഹേ ബേബി ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഡാ, ലെറ്റ് us grill the floor ഡാ. ഡാൻസ് ചെയ്ത് ഫ്ലോർ ഗ്രില്ല് ചെയ്യാൻ. ദാറ്റ് ഈസ് ബേസിക്കലി പുതിയൊരു പാട്ടില്ല, ആ പാട്ടിനെ കുറിച്ച് അതാണ് ഈ സോങ്. അത് ഒരു സോങ്ങിൽ 6 ലാംഗ്വേജാണ്. ഒറ്റ സോങ്ങിൽ 6 ലാംഗ്വേജ്: മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, പഞ്ചാബി. അതിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് ജസ്റ്റ് 2 ലൈൻ കൂടോ ഒന്ന് മാടൂ? ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ് DJ സോങ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് DJ ഫ്ലോറിൽ ഒരു ഡിസ്കഷൻ വെച്ചിട്ടാണ്. അതിൽ മെയിൽ ഫീമെയിൽ വോയിസ് ഉണ്ട്. ഞാൻ അതിലൊരു 10-22 വോയിസ് വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് ആ സോങ്ങിൽ. അരുൺ രാജാണ് പ്രോഗ്രാമിംഗ് ചെയ്തത്, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് ചെയ്യുന്നത്. നല്ലതാവട്ടെ. അപ്പൊ ആ സോങ്ങില് ആ ഇനീഷ്യൽ DJ ഡിസ്കഷൻ
മെയിൽ ആൻഡ് ഫീമെയിൽ ഞാനാണ് കൊടുത്ത്. എൻ്റെ ഒരു വോയിസ് സ്റ്റാർട്ട് സ്വീറ്റ് ഹാർട്ട്സ് ഐ യു റെഡി ട്രൈ കരോ ഹിപ്പ് ഹോപ്പ് ടാപ്പ് ടാങ്കോ ബോൾ റൂം whatever bang twist and bounce here we go it's very loud. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയർ ഹോസ്റ്റലിൽ ഇത്ര പവറിലാണ് പാടാൻ ഉദ്ദേശിച്ച് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ 1.25 ലക്ഷത്തിന്റെ ഓഡിയോസ് മൈക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലോ ആയിട്ട് പാടിയത്. ശരിക്കും ഭയങ്കര പവർ ആ സോങ്ങിന്. Come on, fun time da, it's fun time da. Hey baby, clap your hands da, let's grill the floor da. It goes like that. And chalo ധീം തന്നെ ധീം അങ്ങനെ മീൻസ് ചരണം ഭയങ്കര ഡിഫറെന്റാ. ഇനിയിപ്പോൾ അത് ഷൂട്ട് ചെയ്യണം, വിഷ്വൽ എടുക്കണം, മിക്സിംഗ് മാസ്റ്ററിങ് ചെയ്യണം. നമ്മുടെ സിദ്ദിഖ് സാറും ഒക്കെ കേട്ടിട്ട് പറഞ്ഞു ലൈക്ക് ഇത്രയൊക്കെ വീഡിയോയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ധൈര്യമായിട്ട് സാറ് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സാറ് എൻ്റെ കാറിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടതും സാറ് പറഞ്ഞതും. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീണ്ടും ധൈര്യമായിട്ട് ഡയറക്റ്റ് ചെയ്തോളൂ, എൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയിട്ട് കിടക്കുക. നല്ലൊരു നന്മയുടെ ഒരു മനം. അതെ അതെ അതെ. അപ്പോൾ സാറിനെ ആദ്യം മീറ്റ് ചെയ്തു, പാട്ടിൻ്റെ മീനിങ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ സാറ് കേട്ടിട്ട് സാറ് പറഞ്ഞൊരിതാ. ഞാൻ പറഞ്ഞു സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് ചേർന്നത്. സാർ ഒരു ഹെൽപ്പ് വേണ്ടി വരില്ല അങ്ങനെ. പിന്നെ VKP സാറാണ് ഈ പറഞ്ഞ മുംബൈയിലത്തെ സായി ക്രിയേഷൻസിൻ്റെ നമ്പറും അവർ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ്. കാരണം കേരളത്തിൽ ഞാൻ ആ ബിറ്റൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ്. പിന്നെ either it is Thailand or is Malaysia or maybe Paris, the forms of dance are just a few laughter. Music and a jazz, blues, dance and a break, baby fun time da, buddy drinks time da. അങ്ങനെയാണ് സോങ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലൊരു സോങ്ങാണ് ചെയ്ത്. ജസ്റ്റ് ഒരു പല്ലവി അനുപല്ലവി ചരണം അല്ലാണ്ട് ഈ ഒരു സോങ്ങിന്റെ ഡെവലപ്മെന്റ് പ്രോബബ്ലി ഈ ഇയർ ആണ് ഉണ്ടായത്. ഞാൻ എഴുതിയത് ബിഫോർ കോവിഡ്. ജസ്റ്റ് എഴുതി വന്നപ്പോൾ 6 ലാംഗ്വേജസ് ആയി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ബാക്കി പകുതി സോങ് കൂടെ ഒരു അരമണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് കടവന്ത്രയിലാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രേക്കിൽ ഒരു ഹാഫ് ആൻ അവർ എഴുതി, നെക്സ്റ്റ് ഡേ ഹാഫ് ആൻ അവർ എഴുതി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത്രയും ഡെവലപ്മെന്റ് വന്നത് ഒരു ഫിലിമിലോട്ട് എടുത്തു. അങ്ങനെയൊക്കെയാണ് അത്രയും ഡെവലപ്പ് ചെയ്തത് ആ സോങ്. ഏതാണല്ലോ ആ ഒരു ആൽബത്തിന് എല്ലാവിധ നല്ലൊരു ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അതിനോടൊപ്പം തന്നെ ബീനുവിനും ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് വിവാദങ്ങൾ പൊലിപ്പിക്കാനുള്ള വാർത്താ ഇടമല്ല. രാഷ്ട്രീയക്കാർക്ക് വിഴുപ്പലക്കാനുള്ള വേദിയുമല്ല. സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങളാണ് മലനാട് TV ഇന്ത്യയുടെ വാർത്താ ചർച്ച. സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുൻപിൽ എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മലനാട് TV ഇന്ത്യയുടെ ഡിബേറ്റ് അവർ ഒരു മാധ്യമ